സെയിൻ വേൾഡിൻ്റെ പുതിയ വീഡിയോയിലേക്ക് പ്രിയമുള്ളവർക്ക് എല്ലാവർക്കും സ്വാഗതം. പൂവും പൂക്കളും തളിരിലകളും കിളിക്കൊഞ്ചലുകളും അതുപോലെ കുഞ്ഞു കുഞ്ഞു പാചകങ്ങളും ഒക്കെയായിട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. ഇന്ന് നമ്മൾ പുറത്ത് വിറകടുപ്പിലാണ് കേട്ടോ കുക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു വീഡിയോ ആക്കാമെന്നുള്ള ചിന്തയാണ് വന്നത്. വീട്ടിലൊരുപാട് വർക്കുകൾ നടക്കുന്നതുകൊണ്ട് തന്നെ കിച്ചണിലെ വീഡിയോ ഒന്നും ഇടാൻ സാധിക്കുന്നില്ല. അതേപോലെ തന്നെ വിറക് പുരയുടെ വർക്ക് നടന്നതുകൊണ്ട് വിറകൊക്കെ ഒന്ന് കത്തിച്ച് തീർക്കണമെന്നുണ്ടായി. അപ്പോൾ ഏകദേശം കുറഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ വിറകടുപ്പിൽ മാത്രമാണ് കുക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ ശരിക്കും നമുക്ക് ഓൺലൈൻ സെയിലിൻ്റെ തിരക്കും യാത്രകളും ഒക്കെ ആയിട്ട് വീട്ടിൽ അടഞ്ഞിരിക്കാനുള്ളൊരു സമയം കിട്ടാറില്ല. എന്നാലും നമ്മൾ ഇടയ്ക്ക് ചില മാറ്റങ്ങളൊക്കെ വരുത്തുന്നതൊക്കെ കാണിക്കാം കേട്ടോ. കണ്ടില്ലേ, ബെഡ്റൂമിലെ ബെഡ്ഷീറ്റൊക്കെ പുതിയത് വാങ്ങിച്ചു, നല്ല ഭംഗിയാക്കിയിട്ടുണ്ട്. ഇവിടെ ഒരു കോഫി വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യാറുള്ളത്. എന്തായാലും വീടിനകത്തൊക്കെ നമുക്ക് പെയിൻറ്റ് ചെയ്യണം, അതുപോലെ ഇൻറ്റീരിയർ വർക്കൊക്കെ ഒന്ന് ചെയ്ത് ഒന്ന് മൊഞ്ചാക്കണം എന്നൊക്കെ ഉദ്ദേശിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ മൊഞ്ചാക്കിയ ശേഷം ഇനി വീഡിയോ ഒക്കെ കാണിക്കാം നിങ്ങളെ. ഇപ്പോൾ നമ്മൾ അതിലേക്ക് തയ്യാറെടുപ്പുകൾ ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ വീട്ടിൽ കുട്ടുവിനെ കൂടാതെ പുതിയൊരു അതിഥിയും കൂടെ എത്തിയിട്ടുണ്ട് കേട്ടോ. കുട്ടുവിന് സുന്ദരിയായൊരു പെണ്ണിനെ നമ്മൾ തിരഞ്ഞ് കൊണ്ടെത്തിച്ച് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അവനും അവളും കൂടെ ഒരു ജോയിൻറ്റും ഇതുവരെ ആയിട്ടില്ല. ഇവളൊരു ഭാഗത്തും അവനൊരു ഭാഗത്തുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവൾക്ക് നമ്മൾ കുഞ്ഞീവി എന്നാണ് പേരിട്ടിട്ടുള്ളത്. പഴയ കാലത്ത് ആരുടെയൊക്കെ പേരായിരുന്നു അത്. എന്നാലും ഓർമ്മയിൽ ആ ഒരു പേര് കിടക്കുന്നതുകൊണ്ട് ആ ഒരു പേരാണ് ഇവൾക്ക് സൂട്ടായിട്ട് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് ആ ഒരു പേര് നമ്മൾ ഇട്ടിട്ടുണ്ട്. കുട്ടുവിനേക്കാളും ഒന്നുകൂടെ സോഫ്റ്റാണ് കേട്ടോ ആള്. ഇവളെയും നമുക്കറിയുന്ന ഒരാളുടെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. 8500 രൂപയാണ് നമ്മൾ ഇവൾക്ക് കൊടുത്തത്. ഇവളെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല. ഇവളെന്തായാലും പതുങ്ങി നമ്മുടെ അടുത്തൊക്കെ തന്നെ ഉണ്ടാവും. കിച്ചണിൽ കറി ഉണ്ടാക്കുന്ന തിരക്കിലാണ്. നമ്മൾ മീൻ മുളകിടുകയാണ് ചെയ്യുന്നത് കേട്ടോ. അതിലേക്ക് നമ്മൾ തക്കാളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, വലിയ ജീരകം എല്ലാം കൂടെ നന്നായി അരച്ച് മിക്സ് ചെയ്തിട്ടുള്ള കൂട്ടാണിത്. ഇത് നമ്മൾ ഉലുവയും ചെറിയ ഉള്ളിയും കൂടെ വറുത്തതിലേക്കിട്ട് നന്നായി വെന്ത് വരുന്ന സമയത്ത് നമുക്കതിലേക്ക് ഫിഷ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ ഒരു കൂട്ട് ഈ ഫിഷിലേക്ക് നന്നായി തേച്ച് പിടിപ്പിച്ച് ഒന്ന് ചൂടായതിന് ശേഷം നമ്മൾ മിക്സിയൊക്കെ കഴുകി അരപ്പ് വെള്ളം നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെള്ളം ചേർത്തതിന് ശേഷവും നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം 2 കുടംപുളിയാണ് ഞാൻ അതിലിട്ട് കൊടുക്കുന്നത്. എൻ്റെ യൂട്യൂബ് ഫ്രണ്ട് അയച്ചു തന്ന കുടംപുളിയാണ്. ഏത് സമയത്ത് കറി ഉണ്ടാക്കുമ്പോൾ കുടംപുളി എടുത്താലും അവളെ ഒന്നും ഓർക്കാത്ത ദിവസങ്ങളില്ല. ഇപ്പോഴും ആ ഒരു സൗഹൃദ ബന്ധം നിലനിന്ന് പോകുന്നുണ്ട് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോൾ ചെയ്ത് ഇടയ്ക്ക് വിശേഷങ്ങളൊക്കെ അന്വേഷിക്കാറുണ്ട്. അങ്ങനെ ടേസ്റ്റിയായ നമ്മുടെ മീൻ കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ ഈ പാചകത്തിനും തിരക്കിനൊക്കെ ഇടയിൽ പതിയെ സോഫ്റ്റായിട്ട് ഇവിടെയൊക്കെ സെർച്ച് ചെയ്ത് നടക്കുന്ന ഒരാളുണ്ട്, നമ്മുടെ കുട്ടു. അവനിപ്പോൾ പഴയ പോലെ ഒന്നുമല്ല കേട്ടോ, വലിയ ആളായി. കിച്ചണൊക്കെ ആകെ അലമ്പായി കിടക്കുകയാണ്. വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് കാരണം തന്നെ കിച്ചണ് അത്ര ഭംഗിയായിട്ടൊന്നുമല്ല ഇപ്പം ഇരിക്കുന്നത്. ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യേണ്ട താമസമേ ഉള്ളൂ. ആൾക്ക് അതിനുള്ളിലേക്ക് എത്തി നോക്കുന്നത് വല്ലാത്തൊരു ത്രില്ലാണ്. ഫ്രിഡ്ജിനുള്ളിൽ കയറുന്ന ആളെ നമ്മൾ ഒരുവിധമൊക്കെ താഴത്തേക്ക് ഇറക്കി വിടുകയാണ് ചെയ്തത്. ആൾക്ക് അതിനുള്ളിലൊന്ന് സെർച്ച് ചെയ്യണം, അതാണ് വലിയ താല്പര്യം. കിച്ചണിൽ ജോലി ചെയ്യുന്ന സമയത്തൊക്കെ അവൻ എൻ്റെ കൂടെ തന്നെ ഉണ്ടാവും.
മീൻകറിയുടെ കൂടെ നമ്മൾ നെയ്ച്ചോറാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അത് നല്ലൊരു കോമ്പിനേഷനാണ്. എങ്ങനെ നമ്മൾ നെയ്ച്ചോറ് വെക്കുന്ന സമയത്ത് ഒരു തക്കാളി, പച്ചമുളക്, ഇഞ്ചിയൊക്കെ ആ ഒരു ചോറിലേക്ക് വെട്ടിയിട്ട് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഞാൻ കുക്കറിലാണ് വെക്കുന്നത്. അങ്ങനെ നെയ്ച്ചോറും മീൻ മുളകിട്ട കറിയും കൂടെ നല്ല കോമ്പിനേഷനായിട്ട് ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് പാചകവും കാര്യങ്ങളും ഒക്കെ. ഇനിയിപ്പോൾ കുക്കർ വിസിലടിക്കുന്നത് വരെ നമുക്ക് മുറ്റൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. നമ്മുടെ കുറ്റിക്കുരുമുളക് നന്നായി മൂത്തിട്ടുണ്ട്. കായ പറിച്ച് ഉണക്കുന്ന രീതിയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഏത് സമയത്തും ഇതിൽ കുരുമുളക് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമുക്ക് വീട്ടിൽ ആവശ്യത്തിന് ഒരു 4 ചട്ടി കുരുമുളക് ഉണ്ടെങ്കിൽ അത് തന്നെ ധാരാളമാണ്. പിന്നെ ചെടികളുടെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. എൻ്റെ വീട്ടിലെ എല്ലാ ചെടികളെയും നിങ്ങൾക്ക് പരിചയമുണ്ട്. നമ്മുടെ പിങ്ക് ഫിട്ടോണിയാണ് കേട്ടോ ഇത്. ഇത് ചട്ടിയിൽ നിന്നൊക്കെ നിറഞ്ഞ് കവിഞ്ഞ് ഇതുപോലെ തൂങ്ങി നിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട്. എനിക്ക് നല്ല ഇഷ്ടമുള്ള പ്ലാന്റാണ് ഫിട്ടോണിയ. പല വെറൈറ്റികൾ നമ്മുടെ കയ്യിൽ സെയിലിനുണ്ടായിരുന്നു. ഇപ്പോൾ ഔട്ട് ഓഫ് സ്റ്റോക്കാണ് എല്ലാം. ഇത് നമ്മൾ തൂക്കുചട്ടിയിലാണ് വെച്ചിട്ടുള്ളത്. ആ ഒരു ചട്ടിയുടെ താഴ്ഭാഗത്തായിട്ട് 2-3 സെറ്റാക്കി ഈ ഒരു പ്ലാന്റ് നട്ടിട്ടുണ്ട്. നല്ല വെയിൽ ആവശ്യമുള്ളൊരു ചെടിയാണ്. ഇത് നന്നായി പൂക്കളും തരുന്ന ചെടിയാണ്. ഏതായാലും ഈ ഒരു തിരക്കൊക്കെ രാവിലത്തെ തിരക്ക് കഴിഞ്ഞ് 11 മണിയാകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കൊറിയറൊക്കെ പാക്ക് ചെയ്ത് കഴിഞ്ഞു. ആഴ്ചയിൽ 3 ദിവസമാണ് നമ്മുടെ കൊറിയർ ഉള്ളത്. തിങ്കൾ, ചൊവ്വ, ബുധൻ. ചെറിയ ദൂരമൊക്കെ ഉള്ളതാണെങ്കിൽ നമ്മൾ വ്യാഴം കൂടെ അത് പാക്ക് ചെയ്ത് അയക്കും. ഓരോ ദിവസവും 30 കൊറിയറിൽ കൂടുതൽ നമ്മളിപ്പോൾ ചെയ്യാറില്ല. തിങ്കളാഴ്ച നമ്മൾ 75-80 കൊറിയർ ചെയ്യുന്നുണ്ട്. ബാക്കിയുള്ള ദിവസമൊക്കെ നമ്മൾ 30-ലേറെ കൊറിയർ സ്വീകരിക്കാറില്ല. എന്തായാലും കൊറിയർ കൊണ്ടു കൊടുക്കുന്നതോടൊപ്പം തന്നെ നമുക്ക് ചെറുതായിട്ടൊരു പുറത്തുപോക്കും ഉണ്ട്. അങ്ങനെ എല്ലാ ഭാഗവും ക്ലീനിങ്ങും മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളൊക്കെ വണ്ടിയിൽ കയറാൻ വേണ്ടി റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ഡ്രൈവറെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കൊറിയറെല്ലാം കൊടുത്ത് ഒന്ന് ഫ്രീ ആയിട്ടുള്ള ആ ഒരു യാത്ര ഭയങ്കര സന്തോഷമാണ് മനസ്സിന് കിട്ടുന്നത്. അങ്ങനെ വളരെ സന്തോഷകരമായ ആ ഒരു യാത്ര എങ്ങോട്ടായിരുന്നെന്നും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം. ഇനിയും ഇതുപോലത്തെ വീഡിയോ ഇടാൻ വേണ്ടി ആവശ്യപ്പെട്ടവർക്ക് ഈ ഒരു വീഡിയോ സന്തോഷമായിട്ടുണ്ടാവും എന്ന് വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് നന്ദി, നമസ്കാരം.